വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 21 അധ്യായം 15 മുതൽ 19 വരെയുള്ള തിരുവചനങ്ങൾ. അവരുടെ പ്രാതൽ കഴിഞ്ഞപ്പോൾ യേശു ശിമോൻ പത്രോസിനോട് ചോദിച്ചു, യോഹന്നാൻ്റെ പുത്രനായ ശിമോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? അവൻ പറഞ്ഞു, ഉവ്വ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ. യേശു അവനോട് പറഞ്ഞു, നീ എൻ്റെ ആടുകളെ മേയ്ക്കുക. രണ്ടാം പ്രാവശ്യം അവൻ ചോദിച്ചു, യോഹന്നാൻ്റെ പുത്രനായ ശിമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? അവൻ പറഞ്ഞു, ഉവ്വ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നു. അവൻ പറഞ്ഞു, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. അവൻ മൂന്നാം പ്രാവശ്യവും അവനോട് ചോദിച്ചു, യോഹന്നാൻ്റെ പുത്രനായ ശിമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? തന്നോട് മൂന്നാം പ്രാവശ്യവും നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് അവൻ ചോദിച്ചതുകൊണ്ട് പത്രോസ് ദുഃഖിതനായി. അവൻ പറഞ്ഞു, കർത്താവേ, നീ എല്ലാം അറിയുന്നു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്നും നീ അറിയുന്നു. യേശു പറഞ്ഞു, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ചെറുപ്പമായിരുന്നപ്പോൾ നീ സ്വയം അരമുറുക്കുകയും ഇഷ്ടമുള്ളിടത്ത് പോവുകയും ചെയ്തിരുന്നു. എന്നാൽ പ്രായമാകുമ്പോൾ നീ നിൻ്റെ കൈകൾ നീട്ടുകയും മറ്റൊരുവൻ നിൻ്റെ അരമുറുക്കുകയും നീ ആഗ്രഹിക്കാത്തിടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും. ഇത് അവൻ പറഞ്ഞത് ഏത് വിധത്തിലുള്ള മരണത്താൽ പത്രോസ് ദൈവത്തെ മഹത്വപ്പെടുത്തും എന്ന് സൂചിപ്പിക്കുവാനാണ്. അതിനുശേഷം യേശു അവനോട്, എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. മിശിഹായിൽ പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ പത്രോസ് ശ്ലീഹന്മാരുടെ തലവനാണ്. ഒരു സാധാരണക്കാരനായ പത്രോസിനെ സഭയുടെ തലവനാക്കി യേശു മാറ്റുന്നു. ആയിരുന്ന സ്ഥലത്തു നിന്നും ആയിരിക്കേണ്ട സ്ഥലത്തേക്ക് തമ്പുരാൻ പത്രോസിനെ കൊണ്ടുവരുന്നു. എന്താണ് അതിൻ്റെ പിന്നിലുള്ള ചേതോവികാരം എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. വിശുദ്ധ പത്രോസിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ കാലഘട്ടത്തിൽ അന്ത്രയോസ് ശ്ലീഹായുടെ അനുജനായിരുന്നു പത്രോസ്. യൗനാൻ്റെ മകനാണ് പത്രോസ്. ശിമോൻ എന്നായിരുന്നു അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. ഗലീലിയയിൽ നിന്ന് ബെത്സയിദായിൽ ജനിച്ച ഒരു വ്യക്തിയായിരുന്നു പത്രോസ്. മീൻപിടുത്തമായിരുന്നു അദ്ദേഹത്തിൻ്റെ തൊഴിൽ. വിവാഹശേഷം കഫർനഹോമിലേക്ക് താമസം മാറ്റി. സ്നാപയോഹന്നാൻ്റെ പ്രസംഗങ്ങളിൽ ആകൃഷ്ടനായി അദ്ദേഹത്തിൻ്റെ ശിഷ്യത്വം ഏറ്റെടുത്ത വ്യക്തികളിൽ ഒരാളായിരുന്നു പത്രോസ്. ലോകത്തിൻ്റെ പാപത്തെ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് സ്നാപയോഹന്നാൻ യേശുവിനെ കാണിച്ചു കൊടുത്തപ്പോൾ ആ യേശുവിനെ അനുഗമിക്കുവാൻ സഹോദരനായ അന്ത്രയോസാണ് പത്രോസിനെ യേശുവിൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത്. അടുക്കൽ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ഉള്ളതും ഉള്ളും അറിയുന്ന യേശു പത്രോസിനോട് പറയുകയാണ്, യോനായുടെ പുത്രനായ ശിമോനെ, നീ ഭാഗ്യവാൻ. ഇനി മുതൽ നീ കേപ്പ, പാറ, പത്രോസ് എന്ന് വിളിക്കപ്പെടും.
യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 42-ാം വാക്യത്തിൽ അപ്രകാരം നാം കാണുന്നു. കേസറിയ ഫിലിപ്പിയിൽ പ്രദേശത്ത് വച്ച് മനുഷ്യപുത്രൻ ആരാണെന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്. ജനങ്ങളുടെ വികാരമറിയുവാൻ, അഭിപ്രായമറിയുവാൻ ആഗ്രഹിക്കുന്ന ഒരു യേശു. ചിലർ സ്നാപയോഹന്നാൻ എന്ന് പറയുന്നു, ചിലർ ഏലിയ എന്ന് പറയുന്നു, ചിലർ ജെറമിയ അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ ഒരുവനെന്ന് പറയുന്നു. ഈ ഉത്തരമൊക്കെ ശരിയായിരുന്നു യേശുവിനെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ താൻ വിളിച്ച് വേർതിരിച്ചു കൊണ്ടു നടന്ന ശിഷ്യന്മാരോട് അവിടുന്ന് ചോദിച്ചു, ഹു ഡു യു സേ ദാറ്റ് ഐ ആം? ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? അതിന് ഉത്തരം പറഞ്ഞത് സാധാരണക്കാരനായ, എടുത്തിയാട്ടക്കാരനായ, തള്ളിപ്പറഞ്ഞവനായ പത്രോസാണ്. പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മെസ്സിയായാണ് എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു ഉത്തരം പത്രോസിൽ നിന്ന് സ്വാഭാവികമായി വരാൻ സാധ്യതയില്ല. അതുകൊണ്ട് യേശു തമ്പുരാൻ പറഞ്ഞു, നീ ഭാഗ്യവാൻ, ഇത് നിനക്ക് വെളിപ്പെടുത്തി തന്നത് സ്വർഗസ്ഥനായ പിതാവാണ്, ജഡമോ രക്തമോ അല്ല. സ്വർഗസ്ഥനായ പിതാവ് നിനക്കിത് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നോട് പറയുന്നു, നീ പാറയാണ്, കേപ്പായാണ്. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭ പണിയും, വിശ്വാസികളുടെ കൂട്ടായ്മ പണിയും. നരകവാതിലുകൾ അതിനോട് പ്രബലപ്പെടുകയില്ല. സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടും, ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിക്കപ്പെടുമെന്ന് പറഞ്ഞ് അജപാലന ദൗത്യം, അതിൻ്റെ ചുമതല പത്രോസിനെ യേശു തമ്പുരാൻ ഭരമേൽപ്പിക്കുന്നതായി നാം കാണുന്നു. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 18-19 വാക്യങ്ങളിൽ. പുനരുദ്ധാനത്തിന് ശേഷം തിബേറിയസ് കടൽ തീരത്ത് വച്ച് ഈ അധികാരം പത്രോസിന് ഏൽപ്പിച്ചു കൊടുക്കുന്നതായി നാം കാണുന്നു. മറ്റ് സ്ലീഹന്മാരെക്കാൾ കൂടുതലായി എന്നെ സ്നേഹിക്കുന്നുവോ, ഇവയേക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് അവിടുന്ന് ചോദിക്കുമ്പോൾ, അങ്ങേക്ക് എല്ലാം അറിയാമല്ലോ എന്ന് പറയുന്ന ഒരു പത്രോസിനെ നാം അവിടെ കാണുകയാണ്. യേശുവിനെ അംഗീകരിച്ചുകൊണ്ട്, യേശുവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഒരു പ്രഖ്യാപനം. താബോറിലേക്കും ഗദസമനിലേക്കും പോകുമ്പോൾ, രണ്ട് മലയിലേക്കാണ്, താബോർ മല. അവിടെ രൂപാന്തരപ്പെടുവാനാണ് അവിടുന്ന് പോയത്. പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് താബോർ മലയിലേക്ക് കയറുമ്പോൾ പത്രോസിൻ്റെ സാന്നിധ്യം നാം അവിടെ കാണുകയാണ്. അതേപോലെ ഗദസമൻ തോട്ടത്തിൽ പെസഹാത്താഴത്തിന് ശേഷം ദുഃഖവെള്ളിയാഴ്ച അനുഭവങ്ങൾ ഏറ്റുവാങ്ങുന്നതിനുള്ള ശക്തി ആർജിക്കുവാൻ ഗദസമൻ തോട്ടത്തിൽ പ്രാർത്ഥിക്കുവാൻ പോയപ്പോൾ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ടു പോകുന്നു. ദേവാലയ നികുതിയെക്കുറിച്ച് ഉള്ള സംസാരം വന്നപ്പോൾ അവിടുന്ന് പറയുകയാണ്, നിങ്ങൾ ചൂണ്ടയിട്ട് പിടിക്കപ്പെടുന്ന ആദ്യത്തെ മത്സ്യത്തിൻ്റെ വായിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് നാണയം കണ്ടെത്താൻ കഴിയും. ആ നാണയം എൻ്റെയും പത്രോസിൻ്റെയും നികുതിക്കായി കൊടുക്കുക എന്ന് പറയുമ്പോൾ എന്തുമാത്രം പത്രോസിനെ അവിടുന്ന് പരിഗണിച്ചു എന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്നത്. പെന്തക്കോസ്തായ്ക്ക് ശേഷം ആദിമസഭയിലെ അപ്പോസ്തല ശുശ്രൂഷയ്ക്ക് ധീരമായ നേതൃത്വം പത്രോസ് നൽകി എന്നുള്ളതും നന്ദിയോടെ അനുസ്മരിക്കണം. യൂദാസിന് പകരം മത്തിയാസിനെ തിരഞ്ഞെടുക്കുന്നു. വിജാതീയനായ കൊർന്നേലിയസിൻ്റെ ഭവനത്തിൽ അവിടുന്ന് ജ്ഞാനസ്നാനം നൽകുന്നു. അന്ത്യോക്യയിൽ 7 വർഷത്തോളം സഭാ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നു. 25 വർഷത്തോളം
റോമിൽ സഭാ ശുശ്രൂഷ അദ്ദേഹം നിർവഹിക്കുന്നു. ക്രിസ്തുവർഷം 67 ആണ്ടിൽ ജൂൺ മാസം 29 തീയതി റോമാ ചക്രവർത്തിയായിരുന്ന നീറോയുടെ ആജ്ഞപ്രകാരം പത്രോസിനെ വത്തിക്കാൻ്റെ കുന്നിൽ കുരിശിക്കുകയാണ്. ഗുരുവിനെപ്പോലെ മരിക്കുവാനുള്ള യോഗ്യതയില്ല, അതുകൊണ്ട് എൻ്റെ ഗുരുവിൻ്റെ പാദം ചുംബിച്ചുകൊണ്ട് എനിക്ക് മരിക്കണം, തലകീഴായുള്ള ഒരു കുരിശുമരണത്തിലൂടെ തനിക്ക് അതിന് അവസരം നൽകണമെന്ന് ആവശ്യപ്പെടുന്ന പത്രോസ് ഇന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു വ്യക്തിത്വമാണ് എന്നുകൂടി ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ. ശിക്ഷ സമർപ്പണത്തിൽ പത്രോസിനെ വീണ്ടും പ്രതിഷ്ഠിക്കുന്നു, അജപാലന ദൗത്യം ഏൽപ്പിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് നാം വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്തിൽ, യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായം 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്. ശിഷ്യന്മാരുമൊത്തുള്ള പ്രാതൽ പ്രഭാത ഭക്ഷണം കഴിഞ്ഞപ്പോൾ ഈശോ ശിമോൻ പത്രോസിനോട് ചോദിച്ചു, യോഹന്നാൻ്റെ പുത്രനായ ശീമോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? മറ്റ് ശിഷ്യന്മാർ, കൂടെ ആയിരിക്കുന്ന ആളുകൾ അവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നു. പത്രോസ് മറുപടി പറഞ്ഞു, കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 15-ാം വാക്യം. ശിഷ്യത്വം മിശിഹായുള്ള ഒരു സ്നേഹബന്ധമാണ്. ഈ സ്നേഹബന്ധം ഒരു സാധാരണ സ്നേഹബന്ധമല്ല. ഈ സ്നേഹബന്ധം ഒരു അസാധാരണ സ്നേഹബന്ധമാണ്. 3 തവണ സ്നേഹിക്കുന്നോ എന്ന് ഈശോ പത്രോസിനോട് ചോദിക്കുന്ന സാഹചര്യം നമുക്കറിയാം. സ്നേഹത്തെ കുറിക്കുവാൻ ഗ്രീക്ക് ഭാഷയിൽ 2 വാക്കുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഒന്ന് അഗാപ്പൻ, ദൈവീകമായ സ്നേഹത്തെ കുറിക്കുകയാണത്. രണ്ടാമതായിട്ട് ഫീലൈൻ, സുഹൃത്തുക്കൾ തമ്മിലുള്ള സ്നേഹത്തെ സൂചിപ്പിക്കുകയാണത്. ശിഷ്യത്തിനടുത്ത സ്നേഹം എന്ന് പറയുന്നത് സുഹൃബന്ധത്തിന് തുല്യമായ സ്നേഹത്തിൻ്റെ ഒരു മാനം കൂടി ഉയർത്തിയിട്ടുള്ള ഒരു സ്നേഹമാണ്. പരസ്പരം ജീവിതത്തിൽ രഹസ്യങ്ങൾ കൈമാറുന്ന ഈ ബന്ധത്തെപ്പറ്റി ഈശോ പറയുന്നത്, ഞാനിനി നിങ്ങളെ ദാസന്മാരെന്ന് വിളിക്കുകയില്ല, കാരണം യജമാനൻ ചെയ്യുന്നത് എന്തെന്ന് ദാസൻ അറിയുന്നില്ല, എന്നാൽ ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിച്ചു. എന്നാൽ ശിഷ്യത്വം വെറും മാനുഷികമായ സ്നേഹത്തിന് അടുത്ത ഒന്നല്ല. എന്നാൽ മാനുഷികമായ എല്ലാ ബന്ധങ്ങളെയും അതിലംഘിക്കുന്ന ഒന്നാണ് ശിഷ്യത്വം ഉൾക്കൊള്ളുന്ന സ്നേഹബന്ധം. ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? ഗ്രീക്ക് മൂലഭാഷയിൽ ഇവരെക്കാളെന്നോ ഇവയെക്കാളെന്നോ അർത്ഥമുണ്ട്. അതായത് എല്ലാവരെയും എല്ലാറ്റിനെയും കാൾ ഉപരിയായി സ്നേഹിക്കുന്നു. വള്ളവും വലയും സഹോദരങ്ങളും മറ്റു വലുതെന്ന് കരുതുന്ന എല്ലാം ഉപേക്ഷിച്ച് തമ്പുരാനെ അനുഗമിക്കുന്നുവോ? അതാണ് യഥാർത്ഥമായ സ്നേഹം. കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ. നീ എല്ലാം അറിയുന്നു. ഒന്നും നിന്നിൽ നിന്ന് എനിക്ക് ഒളിച്ചു വയ്ക്കുവാനോ മറച്ചു വയ്ക്കുവാനോ ഇല്ല. നീ എല്ലാം അറിയുന്നു. തൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ കർത്താവിനെ സ്നേഹിക്കുക, സ്നേഹത്തിൽ നിലനിൽക്കുക എന്നത് എളുപ്പമല്ല എന്ന് പത്രോസ് തിരിച്ചറിയുകയാണ്. തൻ്റെ ബലഹീനതകൾ, കഴിഞ്ഞ അനുഭവങ്ങൾ ഓരോന്നും നോക്കുമ്പോൾ അതത്ര എളുപ്പമല്ല. തൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യുത്തരം പോലും ദൈവത്തിൻ്റെ കൃപയാണെന്ന് പത്രോസ് തിരിച്ചറിയുകയാണ്. ശിഷ്യത്വത്തിനടുത്തുള്ള സ്നേഹബന്ധം നിലനിർത്താൻ സാധിക്കുന്നത്
ഒരു വ്യക്തിയുടെ കഴിവുകൊണ്ട് അല്ല, എന്നാൽ ദൈവത്തിൻ്റെ കൃപാവരത്താലാണ്. നോട്ട് ബിക്കോസ് ഓഫ് അവർ മെറിറ്റ് ബട്ട് ബിക്കോസ് ഓഫ് ഹിസ് ഗ്രേസ്. അവൻ്റെ കൃപയാലാണ്. 3 പ്രാവശ്യം ചോദ്യം ആവർത്തിക്കുകയും 3 പ്രാവശ്യം മറുപടി പറയിക്കുകയും ചെയ്തത് ശിഷ്യത്വത്തിൽ ഈശോ പത്രോസിനെ വീണ്ടും ഉറപ്പിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ്. തൻ്റെ കുറവുകൾക്കതീതമായി അവനിലുള്ള നന്മ എന്താണെന്ന് കണ്ടെത്തുവാൻ തമ്പുരാന് കഴിഞ്ഞു. നിനക്ക് വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുവാൻ തയ്യാറാണ് എന്ന് യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 7 മുതലുള്ള വാക്യങ്ങളിൽ എടുത്തു പറയുന്ന പത്രോസ് 3 പ്രാവശ്യം ഈശോയെ തള്ളിപ്പറയുന്നതായി യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം 15 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പീലാത്തോസിൻ്റെ അരമനയിൽ വേലക്കാരി പെണ്ണിൻ്റെ മുമ്പിൽ പീഡാനുഭവത്തിന് തടസ്സമായി ഈശോയെ തള്ളിപ്പറയുന്ന പത്രോസിനെ നാം കാണുന്നുണ്ട്. എൻ്റെ ആടുകളെ മേയിക്കുക, എൻ്റെ കുഞ്ഞാടുകളെ മേയിക്കുക. ശിഷ്യത്വത്തിൽ ഉറപ്പിക്കപ്പെട്ട പത്രോസിനെ ഈശോ തൻ്റെ അജഗണങ്ങളെ മേയിക്കുവാനുള്ള അജപാലന ശുശ്രൂഷ പരമേൽപ്പിക്കുകയാണ്. അജഗണങ്ങളെ സൂചിപ്പിക്കുവാൻ ഗ്രീക്ക് ഭാഷയിൽ 2 വാക്കുകൾ പ്രയോഗിക്കുന്നു. ആർണിയ ആടുകൾ, പ്രൊബാഥ കുഞ്ഞാടുകൾ. പിശീത്ത ബൈബിളിൽ പെണ്ണാടുകൾ എന്നുകൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആടുകൾ, കുഞ്ഞാടുകൾ, പെണ്ണാടുകൾ എന്ന് പറഞ്ഞാൽ അജപാലന ശുശ്രൂഷയിൽ ആരെയും അവഗണിക്കാൻ പാടില്ല, എല്ലാവരെയും ശുശ്രൂഷിക്കണം. എല്ലാവർക്കും വേണ്ടിയാണ് യേശു തമ്പുരാൻ കടന്നു വന്നത് എന്നുള്ള ആ സത്യം ഓർമ്മിപ്പിക്കുകയാണ്. അജപാലന ശുശ്രൂഷ നൽകുമെന്നാണ് ഇവിടെ വിവക്ഷിക്കുന്നത്. മറ്റൊരു കാര്യത്തിന് വേണ്ടിയുള്ള അധികാരമല്ല, അധികാരം സേവനത്തിന് വേണ്ടിയുള്ളതാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതിന് എൻ്റെ ആടുകളെ മേയിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം 2 അർത്ഥമാണ്. ഒന്ന് പോറ്റുക, മറ്റൊന്ന് പരിപാലിക്കുക. തീറ്റിപ്പോറ്റുക, ആടുകൾക്ക് മേച്ചിൽ സ്ഥലം കണ്ടുപിടിച്ച് കൊടുക്കുക, അവയെ തീറ്റിപ്പോറ്റുക. രണ്ടാമതായിട്ട് ആടുകളെ സംരക്ഷിക്കുക. അപ്പോൾ പോറ്റുകയും പരിപാലിക്കുകയും ചെയ്യുക, സംരക്ഷിക്കുകയും ചെയ്യുക എന്ന അർത്ഥമുണ്ട്. ശിഷ്യത്വം ആന്തരികമായി നോക്കിയാൽ ഒരു രക്തസാക്ഷിത്വം ആവശ്യപ്പെടുന്ന ഒരു ജീവിത ശൈലിയാണ്. മറ്റ് ശിഷ്യന്മാരൊക്കെ അല്ലെങ്കിൽ വിശുദ്ധന്മാരൊക്കെ പാടുപിടകൾ സഹിച്ച് മരിച്ചു. ഇവിടെയും ഒരു ത്യാഗത്തിൻ്റെ ബലിയായിട്ടാണ് ശിഷ്യത്വത്തെ കാണുന്നത്. തൻ്റെ ജീവൻ ബലിയർപ്പിക്കുവാൻ തയ്യാറായി നിൽക്കുന്ന ഒരു ശിഷ്യൻ. മനുഷ്യൻ ഏറ്റവും അധികം വിലമതിക്കുന്നത് അവൻ്റെ പ്രിയപ്പെട്ട ജീവനാണ്. ആ ജീവനെപ്പോലും ത്യജിക്കുവാൻ തയ്യാറായി മുൻപോട്ട് നിൽക്കുന്ന യേശുവിനെയാണ് നാം അവിടെ കാണുന്നത്. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് ശക്തി പ്രാപിച്ച് ശിഷ്യത്വം അതിനെ തനിമയിൽ ജീവിക്കുവാൻ പത്രോസിന് സാധിക്കുന്നു. തൻ്റെ വീഴ്ചകളിലൂടെയും ശിഷ്യത്വത്തിൽ ഉള്ള പുനഃപ്രതിഷ്ഠയിലൂടെയും പത്രോസ് തൻ്റെ ആ ഒരു ദൗത്യത്തെ ശക്തിപ്പെടുത്തുകയാണ്, വിശുദ്ധീകരിക്കുകയാണ്, സ്ഥിരീകരിക്കപ്പെടുകയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ ലേഖനത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ സജീവമായ പ്രത്യാശ ജനങ്ങൾക്ക് നൽകുന്ന ഒന്നായിട്ടാണ് അത് നമുക്ക് കാണാൻ കഴിയുന്നത്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. അവിടുന്ന് തൻ്റെ കാരുണ്യാതിരേകത്താൽ യേശുക്രിസ്തുവിൻ്റെ മരിച്ചവരിൽ നിന്നുള്ള ഉത്ഥാനം വഴി സജീവമായ പ്രത്യാശയിലേക്കും നിങ്ങൾക്കായി സ്വർഗത്തിൽ കാത്തു സൂക്ഷിക്കപ്പെടുന്ന
അക്ഷയവും കളങ്കരഹിതവും ഒളിമങ്ങാത്തതുമായ അവകാശത്തിലേക്കും നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. വിജാതീയരോടുള്ള കടമ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ആത്മാവിനെതിരായി പോരാടിക്കൊണ്ടിരിക്കുന്ന ശാരീരിക പ്രവണതകളിൽ നിന്ന് പരദേശികളും വിപ്രവാസികളുമെന്ന നിലയിൽ ഒഴിഞ്ഞു നിൽക്കുവാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. വിജാതീയരുടെ ഇടയിലുള്ള നിങ്ങളുടെ പെരുമാറ്റം നന്നായിരിക്കട്ടെ. നിങ്ങൾ ദുഷ്കർമ്മികളാണെന്ന് നിങ്ങൾക്കെതിരായി പറയുന്നവർ നിങ്ങളുടെ നല്ല പ്രവൃത്തികൾ കണ്ട് പ്രത്യാഗമന ദിവസം ദൈവത്തെ സ്തുതിക്കട്ടെ. അധികാരികളോടുള്ള കടമ. ഉന്നതാധികാരിയായ രാജാവോ ദുഷ്കർമ്മികളെ ശിക്ഷിക്കുവാനും സൽക്കർമ്മങ്ങളെ പ്രശംസിക്കുവാനുമായി രാജാവിനാൽ അയക്കപ്പെടുന്ന പ്രാദേശിക അധികാരികളോ ആയിരുന്നാലും നിങ്ങൾ കർത്താവിനെ പ്രതി എല്ലാ മാനുഷിക അധികാരങ്ങൾക്കും വിധേയരായിരിക്കുവിൻ. നന്മ പ്രവർത്തിച്ചുകൊണ്ട് നിങ്ങൾ മൂഢരായ മനുഷ്യരുടെ അജ്ഞതയെ നിശബ്ദമാക്കണം. യജമാനന്മാരുള്ള കടമ. ഭൃത്യന്മാരെ, നിങ്ങളുടെ യജമാനന്മാരെ നല്ലവരോ ശാന്തരോ ദുഷ്ടരോ ആയിരുന്നാലും എല്ലാ ആദരവോടും കൂടി അവർക്ക് വിധേയരായിരിക്കുവിൻ. അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ ദൈവചിന്തതയോടെ വേദനകൾ ക്ഷമാപൂർവം സഹിച്ചാൽ അത് അനുഗ്രഹത്തിന് കാരണമാകും. ഇനിയും ദമ്പതിമാരോടുള്ള കടമ. ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. വചനമനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് ആനയിക്കുവാൻ ഭാര്യമാർക്ക് കഴിയും. ഇനിയും ദൈവകൃപയുടെ കാര്യസ്ഥന്മാരാണ് നാമെന്ന് പത്രോസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ശരീരത്തിൽ പീഡനമേറ്റ ക്രിസ്തുവിൻ്റെ മനോഭാവം നിങ്ങൾക്ക് ആയുധമായിരിക്കട്ടെ. എന്തെന്നാൽ ശരീരത്തിൽ സഹിച്ചിട്ടുള്ളവൻ പാപത്തോട് വിടവാങ്ങിയിരിക്കുന്നു. അവൻ ശരീരത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം മാനുഷിക വികാരങ്ങൾക്ക് അടിമപ്പെട്ടല്ല, ദൈവഹിതത്തിനൊത്താണ് ജീവിക്കുന്നത്. ഇനി സഹനത്തിൻ്റെ മാതൃക അദ്ദേഹം നമുക്ക് എടുത്തു പറയുന്നുണ്ട്. ക്രിസ്തീയ സഹനം. യേശുവിനോടുകൂടി മരിക്കുവാൻ, യേശുവിനോടുകൂടി പുനരുത്ഥാനം ചെയ്യുവാനുള്ള ഒരു വിളിയാണ് ഒരു ക്രൈസ്തവൻ്റെ വിളി. ക്രിസ്തുവിൻ്റെ പീഡകളിൽ പങ്കുചേരുവാൻ, അതിൽ ആഹ്ലാദിക്കുവാനുള്ള ഒരു വിളിയാണ്. മഹത്വത്തിൻ്റെ ആത്മാവ്, അതായത് ദൈവാത്മാവ് നിങ്ങൾ വസിക്കുന്നു. നിങ്ങൾ ആരും തന്നെ കൊലപാതകിയോ മോഷ്ടാവോ ദുഷ്കർമ്മിയോ പരദ്രോഹിയോ ആയി പീഡിപ്പിക്കപ്പെടുവാൻ ഇടയാകരുത്. ക്രിസ്ത്യാനി എന്ന നിലയിലാണ് ഒരുവൻ പീഡിപ്പിക്കുന്നതെങ്കിൽ അതിലവൻ ലജ്ജിക്കാതിരിക്കട്ടെ. പിന്നെയോ ക്രിസ്ത്യാനി എന്ന നാമത്തിൽ അഭിമാനിച്ചുകൊണ്ട് അവൻ ദൈവത്തെ മഹത്വപ്പെടട്ടെ. എത്ര വലിയ ഒരു സന്ദേശമാണ് അവിടുന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പീഡകളും നിന്ദകളും അപമാനങ്ങളുമൊക്കെ ഏറ്റുവാങ്ങുവാൻ ഉള്ള സാഹചര്യം വരുമ്പോൾ അതിനെയൊക്കെ അതിജീവിക്കുവാൻ നമ്മെ അവിടുന്ന് നിർബന്ധിക്കുന്നത്. ശ്രേഷ്ഠന്മാർക്കുള്ള ഉപദേശവും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരു സഹശ്രേഷ്ഠനും ക്രിസ്തുവിൻ്റെ സഹനങ്ങളുടെ ദൃക്സാക്ഷിയും വെളിപ്പെടുവാനിരിക്കുന്ന മഹത്വത്തിൻ്റെ പങ്കുകാരനുമെന്ന നിലയിൽ ഞാൻ നിങ്ങളുടെ ഇടയിലെ ശ്രേഷ്ഠന്മാരെ ഉപദേശിക്കുന്നു. നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവജനത്തെ അജഗണത്തെ പരിപാലിക്കുവിൻ. അത് നിർബന്ധം മൂലമായിരിക്കരുത്. ദൈവത്തെ പ്രതി സന്മനസ്സോടെ ആയിരിക്കണം. ലാഭേച്ഛയോടെ ആയിരിക്കരുത്, തീഷ്ണതയോടെ ആയിരിക്കണം. അജഗണത്തിൻ്റെ മേൽ ആധിപത്യം ചുമത്തിക്കൊണ്ടായിരിക്കരുത്, സന്മാതൃക നൽകിക്കൊണ്ടായിരിക്കണം. ഇടയന്മാരുടെ തലവൻ പ്രത്യക്ഷപ്പെടുമ്പോൾ മഹത്വത്തിൻ്റെ ഒളിമങ്ങാത്ത കിരീടം നിങ്ങൾക്ക് ലഭിക്കും. വിശ്വാസികൾക്കുള്ള ഉപദേശം. യുവാക്കന്മാരെ, നിങ്ങൾ ശ്രേഷ്ഠന്മാർക്ക് വിധേയരായിരിക്കുവിൻ. പരസ്പര വിനയത്തിൽ അങ്കി അണിയുവിൻ. ദൈവം അഹങ്കാരികളെ എതിർക്കുകയും വിനയമുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങൾ അവലംബിക്കുന്ന ദൈവകൃപ സത്യമായിട്ടുള്ളതാണെന്ന് ഉപദേശിക്കാനും സാക്ഷ്യപ്പെടുത്തുവാനുമായി വിശ്വസ്ത സഹോദരനായി ഞാൻ കണക്കാക്കുന്ന സിൽവാന്യൂസ് വഴി ചുരുക്കത്തിൽ നിങ്ങൾക്ക് ഞാൻ എഴുതിയിരിക്കുന്നു. നിങ്ങളെപ്പോലെ തിരഞ്ഞെടുക്കപ്പെട്ട
ബാബിലോണിലെ സഭയും എൻ്റെ പുത്രനായ മാർക്കോസും നിങ്ങൾക്ക് വന്ദനം പറയുന്നു. സ്നേഹചുംബനം കൊണ്ട് നിങ്ങൾ പരസ്പരം അഭിവാദനം ചെയ്യുവിൻ. ക്രിസ്തുവിലായിരിക്കും നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം. ഇങ്ങനെയുള്ള വിശാലമായ ഒരു കാഴ്ചപ്പാടിലൂടെയാണ് പത്രോസ് തൻ്റെ ദൗത്യം നിറവേറ്റുന്നത്. ഒരു ക്രൈസ്തവൻ്റെ വിളിയെക്കുറിച്ച് അദ്ദേഹം പറയുന്നത്, തൻ്റെ മഹത്വത്തിലേക്കും ഔന്നത്യത്തിലേക്കും നമ്മെ വിളിച്ചിരിക്കുന്നവനെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലൂടെ നമ്മുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായവയെല്ലാം അവൻ്റെ ദൈവിക ശക്തി നമുക്ക് പ്രദാനം ചെയ്തിരിക്കുന്നു. നമ്മെ വിളിച്ചവൻ എത്ര വിശ്വസ്തനാണ്, അവനോടുകൂടി ആയിരിക്കുവാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് അതിന് അനുയോജ്യമല്ലാത്ത ഒന്നും പാടില്ല. കർത്താവിൻ്റെ പ്രത്യാഗമനത്തെക്കുറിച്ചും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. അദ്ദേഹം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, അധമവികാരങ്ങൾക്ക് അടിമപ്പെട്ടു നിൽക്കുന്ന നിന്ദകർ നിങ്ങളെ പരിഹസിച്ചുകൊണ്ട് അവസാന നാളുകൾ പ്രത്യക്ഷപ്പെടും. അവർ പറയും, അവൻ്റെ പ്രത്യാഗമനത്തെക്കുറിച്ചുള്ള വാഗ്ദാനം എവിടെ? എന്തെന്നാൽ പിതാക്കന്മാരുടെ എതിർ പ്രാപിച്ച നാൾ മുതൽ സകല കാര്യങ്ങളും സൃഷ്ടിയുടെ ആരംഭത്തിലുണ്ടായിരുന്ന സ്ഥിതിയിൽ തന്നെ തുടരുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ മുമ്പിൽ ഒരു ദിവസം 1000 വർഷം പോലെയും 1000 വർഷം 1 വർഷം പോലെയും ആയിരിക്കും എന്നൊക്കെ അവിടുന്ന് പറയുമ്പോൾ, പ്രതീക്ഷിച്ചുകൊണ്ട് കളങ്കവും കറയുമില്ലാതെ സമാധാനത്തിൽ കഴിയുന്നവരായി നാം ഓരോരുത്തരും മാറണം എന്നുള്ള സൂചനയാണ് അദ്ദേഹം നൽകുന്നത്. മനസ്സിലാക്കാൻ വിഷമമുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ അവിടുന്ന് നമുക്ക് നമ്മുടെ നന്മയ്ക്കായിട്ട് മാറ്റിത്തരുന്ന ഒരു അനുഭവമാണ് കാണുവാൻ കഴിയുന്നത്. അക്ഷരാഭ്യാസമില്ലാത്ത സാധാരണക്കാരനായ മുക്കുവനായ പത്രോസിനെ അവിടുന്ന് വിളിച്ച് അവൻ ആയിരിക്കേണ്ട സ്ഥിതിയിലേക്ക് കൊണ്ടുവന്ന് എത്ര അത്ഭുതകരമായി പരിപാലിച്ചുവോ, അതുപോലെ സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും നമ്മുടെ ബലഹീനതകൾക്ക് അപ്പുറമായി നമ്മെ ശക്തിപ്പെടുത്തിക്കൊണ്ട് നമ്മിലുള്ള സാധ്യതകൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മെ പരിപാലിക്കുന്ന ആ പരിപാലന നന്ദിയോടെ അനുസ്മരിച്ചുകൊണ്ട് ശിഷ്യന്മാരുടെ തലവനായ പത്രോസ്, നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ പാടുപിടകളും മരണമെന്നൊക്കെ പറഞ്ഞപ്പോൾ, സാത്താനെ എൻ്റെ പിന്നാലെ പോവുക, നീ ചിന്തിക്കുന്നത് ദൈവീകമല്ല മാനുഷികമാണെന്ന് സൂചിപ്പിച്ചുവെങ്കിൽ, ദൈവീകമായ ചിന്താഗതികളോടെ ഇന്നത്തെ മാനുഷികമായ അധികാരത്തിൻ്റെയും പ്രതാപത്തിൻ്റെയും പണത്തിൻ്റെയും ധൂർത്തിൻ്റെയും ഒക്കെ മേഖലകളിൽ അതിൽ നിന്നുമൊക്കെ വ്യത്യസ്തമായിക്കൊണ്ട് ഗുരുവിൻ്റെ പാദം ചുംബിച്ചുകൊണ്ട് മരിക്കുവാനുള്ള ധീരത നമുക്ക് നേടിയെടുക്കുവാൻ വിശുദ്ധ പത്രോസിൻ്റെ തിരുനാൾ നമ്മെ സഹായിക്കുകയാണ്. പത്രോസിൻ്റെ ധീരമായ പ്രവർത്തനം, കണ്ടതും കേട്ടതും ജീവിതത്തിൽ അനുഭവിച്ചതുമായ സത്യത്തിന് സാക്ഷ്യം വഹിക്കുന്നു എന്ന് അന്ത്യോക്യയിൽ പോയി പ്രസംഗിച്ചപ്പോൾ 3000-ഓളം ആളുകൾ ആദ്യമായി ക്രൈസ്തവ സമൂഹത്തിലേക്ക് അന്ത്യോക്യയിൽ കടന്നു വന്നു എന്ന് നാം വായിക്കുന്നു അപ്പോസ്തലന്മാരുടെ നടപടി പുസ്തകത്തിൽ. അങ്ങനെയുള്ള ആ പത്രോസ് അന്ത്യോക്യയിലെ പ്രവർത്തനങ്ങൾക്ക് ശേഷം റോമിൽ വന്ന് രക്തസാക്ഷിത്വം വരിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിയെങ്കിൽ, ആ ഗുരുവിൻ്റെ പാദങ്ങൾ ചുംബിച്ചുകൊണ്ട് അവൻ്റെ കാലടികളെ പിന്തുടർന്നുകൊണ്ട് അവനോടൊപ്പമായിരുന്ന നമ്മുടെ കടമകൾ ദൈവമുമ്പാകെ, മനുഷ്യരുടെ മുമ്പാകെ, മനസ്സാക്ഷിയുടെ മുമ്പാകെ, ഈ പ്രപഞ്ചത്തിൻ്റെ മുമ്പാകെ അഭംഗുരമായി നിറവേറ്റിക്കൊണ്ടു പോകുവാൻ വിശുദ്ധ പത്രോസിൻ്റെ തിരുനാൾ നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ.